ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കക്കാടംപൊയിലെ 360 ഡിഗ്രി കാഴ്ചകൾ കാണാൻ പറ്റിയ കുരിശുമലക്കടുത്തുള്ള സ്വർഗ്ഗക്കുന്ന് ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കക്കാടംപൊയിൽ ടൗണിൽ നിന്നും 4.5 കിലോമീറ്റർ മാറി നായാടംപൊയിലിൽ കുരിശുമലക്കടുത്താണ് സ്വർഗ്ഗക്കുന്നിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടേക്കുള്ള റൂട്ടൊക്കെ അടിപൊളിയാണെങ്കിലും റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. കാറിലൊക്കെ ഇവിടേക്ക് പോകാത്തതായിരിക്കും ബെറ്റർ. 2 വീലർ വലിയ പ്രശ്നമില്ല. താഴെ നിന്ന് ജീപ്പ് സർവീസ് വരുന്നുണ്ട്. 8 പേർക്കുള്ള ട്രിപ്പിന് റിട്ടേൺ അടക്കം 800 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 1 മണിക്കൂറാണ് റിട്ടേൺ വെയിറ്റിംഗ് ടൈം. പാർക്കിംഗ് ഏരിയ വരെയാണ് പ്രൈവറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഓഫ് റോഡാണ്. ജീപ്പ് മാത്രമേ കടത്തിവിടുള്ളൂ. മലയിലേക്ക് എൻട്രി ചാർജോ ടൈമിങ്ങോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഫീ വരുന്നുണ്ട്. പാർക്ക് ചെയ്ത് മുകളിലേക്ക് നടക്കാം. ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇവിടെ വരെയാണ് ജീപ്പ് വരുന്നത്. നേരെ പോയാൽ കുരിശുമലയിലേക്കും വലത്തോട്ട് തിരിഞ്ഞാൽ സ്വർഗ്ഗക്കുന്നിലേക്കും പോവാം. രണ്ടും ഒരേ റൂട്ടായതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിൽ നമുക്ക് 2 മലയും കയറാൻ പറ്റും. കുരിശുമലയേക്കാൾ ഉയരത്തിലാണ് സ്വർഗ്ഗക്കുന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ള വ്യൂ കുറച്ചുകൂടി അടിപൊളിയാണ് കേട്ടോ. കുരിശുമലയെ അപേക്ഷിച്ചിട്ട് സ്വർഗ്ഗക്കുന്നിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴക്കാലത്തൊക്കെ സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കുരിശുമലയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പാറയിൽ കൂടെ നിരങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ മുകളിലെത്തിയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. മഴ ഇല്ലാത്തതുകൊണ്ട് 360 ഡിഗ്രി വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ കോട മൂടി മഴ പെയ്തപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നേ. ഒരുപാട് പേര് വെള്ളത്തിൻ്റെ ബോട്ടിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. വരുന്നവർ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക.
അങ്ങനെ ഞങ്ങൾ മലയുടെ എല്ലാ ഭാഗത്തും നടന്ന് വ്യൂ ഒക്കെ കണ്ട് കുറേ സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ദാ ആ കാണുന്നതാണ് കേട്ടോ കുരിശുമല. കുറച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം കോട മൂടാൻ തുടങ്ങി. ചെറുതായിട്ട് മഴയും വന്നു. അടുത്തുള്ളവരെ കാണാത്ത രീതിയിൽ കോടയൊക്കെ മൂടി ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നേ. സീ ലെവലിൽ നിന്നും 2200 അടി ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിന്റിൽ നിന്ന് കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന പച്ചപ്പരവതാനി വിരിച്ച മലനിരകളും താഴ്വാര കാഴ്ചകളും കാണാൻ പറ്റും. മലബാറിലെ ഊട്ടി എന്നും ഗവി എന്നും അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ദിവസവും നിരവധി പേരാണ് സന്ദർശനത്തിന് വരുന്നത്. ഹോളിഡേയ്സിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കേ. കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് മഴയൊക്കെ ആസ്വദിച്ച് തിരിച്ച് ഞങ്ങൾ മല ഇറങ്ങി. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായും ഒരിക്കലെങ്കിലും പോവേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർ പോവാത്തതായിരിക്കും നല്ലത്. സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോകുന്നവർ സ്വന്തം കെയർഫുൾ ആവാം. ഇവിടെ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുരിശുമലയിൽ പോകാതെയാണ് കേട്ടോ തിരിച്ചു വന്നത്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.